ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാദമി. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു MSc പ്രോഗ്രാമിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ്. MSc ഇൻ മാത്തമാറ്റിക്സ് വിത്ത് അപ്ലിക്കേഷൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി കോഴ്സാണ്. ഈ ഒരു കോഴ്സിന്റെ ഇഗ്നോയിലുള്ള കോഡ് എന്ന് പറയുന്നത് MSc MA CS എന്നുള്ളതാണ്. ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. വീട്ടിലിരുന്നോ ജോലി സ്ഥലത്ത് നിന്നോ എവിടെ നിന്നോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. എക്സാം എഴുതാൻ നിങ്ങൾ സ്റ്റഡി സെന്ററിൽ അല്ലെങ്കിൽ എക്സാം സെന്ററിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 2 ഇയർ ആണ്. മാക്സിമം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി വാലിഡിറ്റി തരുന്നത് 4 ഇയർ ആണ്. അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. മീഡിയം ഇംഗ്ലീഷിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷിൽ മാത്രമേ ഇത് എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ മാത്തമാറ്റിക്സ് വിത്ത് അപ്ലിക്കേഷൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത് വരുന്നതാണ്. ഡിസ്ക്രിപ്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇത് എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി ഇതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് വരുന്നത് ഗ്രാജുവേഷൻ വിത്ത് മേജർ ഓർ ഹോണേഴ്സ് ഇൻ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ഒരു BA അല്ലെങ്കിൽ BSc ഉണ്ടെങ്കിലാണ് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ BA BSc ഡിഗ്രി വിത്ത് മാത്തമാറ്റിക്സ് ആസ് വൺ ഓഫ് ദ 3 മെയിൻ സബ്ജക്ട്സ് വിത്ത് ഈക്വൽ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രിക്ക് BAക്കോ അല്ലെങ്കിൽ BScക്കോ 3 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്തമാറ്റിക്സ് ആയിരിക്കണം. ഈ 3 സബ്ജക്റ്റുകൾക്കും വെയിറ്റേജ് ഒരേപോലെയുള്ള അത് പ്രകാരം മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 7500 രൂപയാണ്. പെർ സെമസ്റ്റർ ആണ്. ഇതൊരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ്. അതായത് ഓരോ സെമസ്റ്ററിലും ഇതിന്റെ രജിസ്ട്രേഷൻ ഉണ്ടാവും. ഓരോ സെമസ്റ്ററിലും ആയിട്ടാണ് എക്സാം എഴുതുക. അപ്പോൾ 7500 രൂപ പ്ലസ് രജിസ്ട്രേഷൻ ഫീ, ഡെവലപ്മെന്റ് ഫീ അടക്കം 8200 രൂപ ഫസ്റ്റ് സെമസ്റ്റർ. സെക്കൻഡ് സെമർ 7500 തന്നെ. തേർഡ് സെമസ്റ്റർ 7500 തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഫീ ഇനിയും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പുസ്തകം PDF മതി. ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തോളാം. അതുപോലെ തന്നെ പുസ്തകം പ്രിന്റഡ് ആയിട്ട് പോസ്റ്റൽ വഴി അയച്ച് ലഭിക്കേണ്ടതില്ല എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഈ ഫീയിൽ നിന്ന്. അതല്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ 7500 രൂപ തന്നെയാണ് സെക്കൻഡ് സെമസ്റ്ററും തേർഡ് സെമസ്റ്ററും അങ്ങനെ ഫോർത്ത് സെമസ്റ്ററും വരുന്നത്. ഈ ഒരു കോഴ്സ് കേരളത്തിൽ എടുക്കുന്നവർക്ക് കൊച്ചിൻ റീജിയൻ സെന്ററിൽ മാത്രമേ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. കേരളത്തിലെ സാക്രഡ് ഹാർട്ട് കോളേജ് 1402 കോഡ് വരുന്ന ഈ ഒരു കോളേജ് മാത്രമേ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. കൊച്ചിൻ റീജിയൻ സെന്ററിന്റെ അണ്ടറിൽ സാക്രഡ് ഹാർട്ട് കോളേജാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോളേജിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഈ ഒരു കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എജുഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് ഉടനെ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഞങ്ങൾ അതിനു വേണ്ട ഡീറ്റെയിൽസ് എന്താണ് എന്നുള്ളതെല്ലാം പറഞ്ഞു തരാം. എന്നിട്ട് രജിസ്ട്രേഷൻ എടുത്തു തരികയും ചെയ്യാം. A to Z കാര്യങ്ങൾ നമ്മൾ രജിസ്ട്രേഷൻ മുതൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഓൺലൈനിലാണ്. ഓൺലൈനിൽ മാത്രമാണ് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓൺലൈനിൽ നിങ്ങളിത് ചെയ്യുക. പക്ഷേ ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. ഈ 4 സെമസ്റ്ററുകളിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ സ്റ്റഡി സെന്ററിലേക്ക് പോകേണ്ടി വരും. അതുപോലെ തന്നെ എക്സാം എഴുതാൻ എക്സാം സെന്ററിലേക്കും പോകേണ്ടി വരും. എക്സാം ഈ സ്റ്റഡി സെന്റർ കൊച്ചിൻ റീജിയൻ സെന്ററിൽ സാക്രഡ് ഹാർട്ട് കോളേജ് മാത്രം ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ നിങ്ങളുടെ അതാത് ജില്ലകളിലായിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പ്രാക്ടിക്കൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു സെന്ററിലോട്ട് സ്റ്റഡി സെന്ററിലോട്ട് പോവേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിൽ ഇതിന്റെ പ്രോഗ്രാം ഒബ്ജക്റ്റീവ് ഒക്കെ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. ഞാനിത് വായിച്ചിട്ട് വലിച്ചു നീട്ടുന്നില്ല വീഡിയോ. ഓക്കെ, പ്രാക്ടിക്കൽ സെക്ഷന് ഇതിന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൊജക്ട് സെക്ഷനും ഉണ്ടായിരിക്കും. കോർ കോഴ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇലക്റ്റീവ് കോഴ്സുകളും ഉണ്ടായിരിക്കും. നമുക്കൊന്ന് നോക്കാം സിലബസ് ജസ്റ്റ് ഒന്ന്. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തിയറി പേപ്പർ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ പ്രോഗ്രാമിംഗ് ഉണ്ട്. ഈ പ്രോഗ്രാമിംഗ് ഇതിന് പ്രാക്ടിക്കൽ ഉണ്ടോ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടില്ല. അത് സ്റ്റഡി സെന്റർ ആണ് നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻ പിന്നീട് നൽകുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ ഇതാ വരുന്നത് ഇത്രയും അൽജീബ്ര, ഫംഗ്ഷൻ അനാലിസിസ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ അതിപ്രധാനമായ കോഴ്സുകളൊക്കെ ഉണ്ട്.
അതുപോലെ തേർഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, പാറ്റേൺ റെക്കഗ്നിഷൻ തുടങ്ങി ഇങ്ങനെ ഒരുപാട് കമ്പ്യൂട്ടർ ആൻഡ് മാത്തമാറ്റിക്കൽ സബ്ജക്റ്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തേർഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് കമ്പൽസറി ആയിട്ട് ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ആപ്ലിക്കേഷൻസ് അപ്പോൾ അത്തരം സബ്ജക്റ്റുകളൊക്കെ പഠിക്കാണ്ട്. ഇതിൽ ചില സബ്ജക്റ്റുകൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. ഈ പ്രാക്ടിക്കല് കുറിച്ച് മോസ്റ്റ് ഓഫ് ദ കോഴ്സസ് ഓഫ് ദ പ്രോഗ്രാം ഹാവ് കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ കമ്പോണന്റ്. മനസ്സിലായില്ലേ? പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽ സെഷൻ വിൽ ബി ഹെൽഡ് അറ്റ് ദ പ്രോഗ്രാം സെന്റേഴ്സ്. അറ്റൻഡിങ് ആൻഡ് കംപ്ലീറ്റിംഗ് ദ പ്രാക്ടിക്കൽ സെഷൻ ഈസ് കമ്പൽസറി ഫോർ ഈച്ച് സ്റ്റുഡൻറ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഇത് പ്രാക്ടിക്കലിന് അറ്റൻഡ് ചെയ്യാലും അത് കംപ്ലീറ്റ് ചെയ്യാലും കമ്പൽസറി ആണ്. സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുക എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പ്രാക്ടിക്കൽ സെഷൻ പെർ സെമസ്റ്റർ റേഞ്ചസ് ഫ്രം 11 to 36 സെഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രാക്ടിക്കലി അറ്റൻഡ് ചെയ്യണം എന്നാ പറയുന്നത്. സെഷൻസ് ആർ സ്പ്രെഡ് ഓവർ ദ entire semester in order to eligible for attending the term and examination of practicals in a course. The student has to complete at least 70% of practical session prescribed of the course. ഈ കോഴ്സിൽ ഓരോ ചില സബ്ജക്റ്റുകൾക്കെല്ലാം പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പൊ ഈ പ്രാക്ടിക്കൽ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ സ്റ്റഡി സെന്റർ പറയാം. അപ്പൊ അതിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അറ്റൻഡ് ചെയ്യണം പ്രാക്ടിക്കൽ. 70% ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 10 ക്ലാസ്സാണ് പറയുന്നുണ്ടെങ്കിൽ അതിൽ 7 ക്ലാസ്സെങ്കിലും നിങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ അറ്റൻഡ് ചെയ്താലേ പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ സാധിക്കുള്ളൂ എന്നൊക്കെയാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പോൾ സ്കീം ഓഫ് സ്റ്റഡി അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ക്രെഡിറ്റിന്റെ സംഗതികളാണ്. ക്രെഡിറ്റ് എന്താണ് അറിയാത്തവർ നിങ്ങൾ ക്രെഡിറ്റ് എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പർ നമ്മൾ പ്രൊവൈഡ് കൊടുത്തിട്ടുണ്ട്, ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലെല്ലാം ജോയിൻ ചെയ്യുക. അതുപോലെ ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 100% ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുത്തു നൽകുന്നതാണ്. അപ്പൊ അതിനു വേണ്ട എല്ലാ ഡീറ്റെയിൽസ്, കൂടുതൽ ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ ആ ഒരു സെഷനിൽ നിങ്ങൾക്ക് നടത്തപ്പെടുന്നതാണ്. ഓക്കെ. അപ്പോൾ കൂടുതൽ കോഴ്സിനെ കുറിച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.